നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി എൻഫോഴ്സ്മെന്റ് RTO വിഭാഗത്തിന് കൈമാറി. DYFI കൊടകര നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ശുചീകരിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറാന തിരുനാളിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് 316ന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി എൻഫോഴ്സ്മെന്റ് RTO വിഭാഗത്തിന് കൈമാറി. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഉടമയിൽ നിന്ന് 20,000 രൂപ പിഴ ചുമത്തി. ശനിയാഴ്ച രാവിലെയാണ് പാലേക്കര ടോൾ പ്ലാസ കടന്നുപോയ ലോറി നെല്ലായിൽ വെച്ച് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി അമിതഭാരം കയറ്റി ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ് പോയിരുന്നത്. ഏറെ ഗതാഗതക്കുരുക്കുള്ള ആമ്പല്ലൂർ ഭാഗത്തുകൂടി ലോറി പോകുന്ന ദൃശ്യങ്ങൾ യാത്രക്കാർ മൊബൈലിൽ പകർത്തി എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് കൈമാറുകയായിരുന്നു. തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗം കൊടകര പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ലോറി നെല്ലായിൽ വെച്ച് പിടികൂടിയത്. DYFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ ഭാഗമായി DYFI കൊടകര നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ശുചീകരിച്ചു. CPIM കൊടകര നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഡിനിൽ അധ്യക്ഷനായി. DYFI മേഖലാ സെക്രട്ടറി ജോയൽ, മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാഫാൻസ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യക്ഷനും ഇത്തരം അധ്യക്ഷൻ ഡിഗ്രി യോഗത്തിൻ്റെ അധ്യക്ഷൻ മേഖല പ്രസംഗിച്ചത് സ്വാഗതം പറഞ്ഞു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറാന തിരുനാളിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടൻ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനറായി ഷോജൻ D വിധേയത്തിലിനെയും ജോയിന്റ് കൺവീനറായി വർഗീസ് കളത്തിങ്കലിനെയും തിരഞ്ഞെടുത്തു. ഫുഡ് കൺവീനർ ഷാജു വെളിയൻ, പബ്ലിസിറ്റി കൺവീനർ പീറ്റർ ആലങ്ങാട്ടുകാരൻ, സെക്രട്ടറി ഷീന തോമസ് തുടങ്ങി 12 കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും കമ്മിറ്റി അംഗങ്ങളുമടക്കം 101 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ജൂലൈ 3-നാണ് ദുഃഖറാന തിരുനാൾ. ഊട്ടുതിരുനാളായിട്ടാണ് ഇവിടെ തിരുനാൾ ആഘോഷിക്കുക. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് 316ന്റെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. മെയ് 24-ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ NSS പതാക ഉയർത്തിക്കൊണ്ടാണ് ക്യാമ്പിന് തുടക്കമായത്. ഫിനാൻസ് ഡയറക്ടർ ഫാദർ അനിൽ പുതുശ്ശേരി അധ്യക്ഷനായി. കൊടകര ASI സജു പൗലോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിവ്യ ഷാജു, വാർഡ് മെമ്പർ CBCD, SMC ചെയർമാൻ CM ബബീഷ്, NSS പ്രോഗ്രാം ഓഫീസർ വിജയ് CU, വോളണ്ടിയർ സെക്രട്ടറി എഡ്വിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവത്തിന്റെ മുന്നോടിയായി വിദ്യാലയത്തിന്റെ വിവിധതര നവീകരണമായിരുന്നു ലക്ഷ്യം. വിദ്യാലയ പരിസരത്ത് അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന മരച്ചില്ലകളും കുറ്റിക്കാടുകളും വെട്ടിയൊതുക്കുകയും ചുമരുകൾക്ക് ചായം പൂശുകയും ക്ലാസ് മുറികളും ലാബുകളും ശുചിയാക്കുകയും ചെയ്തു.
വോളണ്ടിയർമാരുടെ വ്യക്തിത്വ വികസനം പ്രാപ്തമാക്കുന്ന തരത്തിൽ മാർഗനിർദ്ദേശ ക്ലാസുകളും പരിശീലന പ്രവർത്തനങ്ങളും വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരുന്നു. മാലിന്യ വിമുക്ത കേരളം എന്ന വിഷയം ആസ്പദമാക്കി കൊടകര ടൗണിൽ ഫ്ളാഷ് മോബും ലഹരി വിമുക്ത കേരളത്തിനായി പ്രതിജ്ഞയുമെടുത്തു. അടുക്കളത്തോട്ടത്തിന്റെ സജ്ജീകരണവും പുതിയ അധ്യയന വർഷത്തിലേക്ക് ആവശ്യമായ അധ്യയന സഹായികളുടെ നിർമ്മാണവും പ്രവേശനോത്സവത്തോടനുബന്ധിച്ചുള്ള അലങ്കാര പണികളും പൂർത്തിയാക്കി. സമാപന യോഗം കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഫിനാൻസ് ഡയറക്ടർ ഫാദർ അനിൽ പുതുശ്ശേരി അധ്യക്ഷനായി. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് MK ഡെയ്നി യൂണിറ്റിന്റെ ചിറകുകൾ എന്ന മാസിക പ്രകാശനം ചെയ്തു. കൊടകര ASI സജു പൗലോസ്, വാർഡംഗം CD സിബി, PTA പ്രസിഡന്റ് സന്തോഷ് നാരായണൻ, തൃശൂർ പാലക്കാട് റീജിയൻ NSS പ്രോഗ്രാം ഓഫീസർ വിപിൻ കൃഷ്ണ, പ്രോഗ്രാം ഓഫീസർ വിജയ് CU, വോളണ്ടിയർ സെക്രട്ടറി എഡ്വിൻ വർഗീസ്, സോന മേരി ജെയ്സൺ എന്നിവർ പ്രസംഗിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും കനകമല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. കനകമല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് അംഗം ഷീബ ജോഷി ഉദ്ഘാടനം ചെയ്തു. കനകമല ക്ഷീരസംഘം പ്രസിഡന്റ് VO ഷാജു അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ ബോർഡ് അംഗം ലിൻഡോ കരുത്തി, PG ഷീബ എന്നിവരും സംസാരിച്ചു. 2025-26 ക്ഷീരവികസന പദ്ധതി വിശദീകരണം, ക്ഷീരശ്രീ പോർട്ടൽ സേവനങ്ങളും പാൽ സംഭരണവും വിതരണവും തുടങ്ങിയ വിഷയങ്ങളിൽ ക്ഷീരവികസന ഓഫീസർ KG രശ്മി, ഡയറി ഫാം ഇൻസ്പെക്ടർമാരായ CS കീർത്തി, KS നിത എന്നിവർ സംസാരിച്ചു. കനകമല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്ന് 33 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന TA റോസിക്ക് യാത്രയയപ്പ് നൽകി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, MPTA പ്രസിഡന്റ് നിജി വത്സൻ, പഞ്ചായത്ത് അംഗം K വൃന്ദാകുമാരി, ഹെഡ്മാസ്റ്റർ T അനിൽകുമാർ, PTA വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ, അധ്യാപകരായ B ബിജു, G സതീഷ് എന്നിവർ പ്രസംഗിച്ചു. രക്ഷിതാക്കൾക്കായി നടത്തിയ ശില്പശാലയിൽ ഫോർത്ത് വേവ് ഫൗണ്ടേഷനിലെ കാറ്റലിസ്റ്റ് മഞ്ജു ഡേവിഡ് ക്ലാസ് നയിച്ചു. വെളുത്തെടുത്ത് നായർ സർവീസ് സൊസൈറ്റിയുടെ ജില്ലാ കൺവെൻഷൻ മുളകുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി ഉദ്ഘാടനം ചെയ്തു. VNSS പ്രസിഡന്റ് ശ്രീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രങ്ങളിലെ കഴകം ജോലി ചെയ്യുന്ന സമുദായങ്ങൾക്ക് തന്നെ നൽകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിനുള്ള നടപടിയെടുക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പഴംപള്ളത്ത് മുഖ്യാതിഥിയായി. പ്രസിഡന്റ് PK രാജപ്പൻ നായർ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. സംസ്ഥാന ട്രഷറർ നിഷ ജയേഷ്, നാരായണൻ നായർ അന്തിക്കാട്, ഹരിദാസ് പനമണ്ണ, VG രാജ്മോഹനൻ, VR ജയേഷ് എന്നിവർ സംസാരിച്ചു. റിപ്പോർട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി സുബീഷ് സുകുമാരനും വരവ് ചിലവ് ട്രഷറർ VG നാരായണൻ നായരും അവതരിപ്പിച്ചു. PT വിനയചന്ദ്രൻ സ്വാഗതവും രാമദാസ് നന്ദിയും അറിയിച്ചു. പുതിയ VNSS ജില്ലാ ഭാരവാഹികളായി സുബീഷ് സുകുമാരൻ പ്രസിഡന്റ്, വിനയചന്ദ്രൻ PT ജനറൽ സെക്രട്ടറി, മനോജ് PT ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിൽ പെരുമഴയത്തും ബസ് തടഞ്ഞു നിർത്തി കാട്ടാന. വീണ്ടും കബാലിയുടെ വിളയാട്ടം. അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിൽ പെരുമഴയത്തും ബസ് തടഞ്ഞു നിർത്തി കാട്ടാന. അമ്പലപ്പാറയിൽ വെച്ച് സ്വകാര്യ ബസ് ആന തടഞ്ഞിട്ടത് 1.5 മണിക്കൂറിലേറെ സമയം. വൈകിട്ട് 4 മണിയോടുകൂടി ബസ് തടഞ്ഞ ആനയെ പിന്തിരിപ്പിച്ചത് വൈകിട്ട് 6:30യോടെ. കബാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ആനയെ പ്രദേശത്ത് മാസങ്ങളായി കാണാനില്ലായിരുന്നു. 2 ദിവസം മുൻപാണ് ആന വീണ്ടും മടങ്ങിയെത്തിയതെന്ന് പ്രദേശവാസികൾ. ഈ വർഷത്തെ മഹാകുംഭമേളയിൽ വെച്ച് ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായ സംപൂജ്യ ആനന്ദവരം ഭാരതി സ്വാമി മഹാരാജ് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തുന്നു. അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു. കണ്ടംകുളങ്ങര ശ്രീ പാർത്ഥസാരഥി ഭജന മണ്ഡപത്തിൽ വൈകിട്ട് 7 മണിക്ക് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സംപൂജ്യ ദേവചൈതന്യ സരസ്വതി സ്വാമികൾ അധ്യക്ഷത വഹിക്കുന്ന യോഗി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തരപ്രാന്ത കാര്യവാഹ് PN ഈശ്വർജി ഉദ്ഘാടനം ചെയ്യുന്നു. സ്വീകരണ പരിപാടിയിൽ ക്ഷേത്ര ഭാരവാഹികളും സാമുദായിക സംഘടനാ നേതാക്കളും പങ്കെടുക്കും. സ്വാഗത സംഘം രക്ഷാധികാരി ഡോക്ടർ രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിക്കും. സ്വാഗത സംഘം ചെയർമാൻ സ്വാമികൾക്ക് ഉപഹാര സമർപ്പണവും ജനറൽ കൺവീനർ രഘു P മേനോൻ നന്ദി പ്രകാശനവും നടത്തും. ഇന്നത്തെ സ്വർണ്ണവില
സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി എൻഫോഴ്സ്മെന്റ് RTO വിഭാഗത്തിന് കൈമാറി. DYFI കൊടകര നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ശുചീകരിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറാന തിരുനാളിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് 316ന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.